നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം. 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 47. ഒരു മതമാകുവ നിന്നുരപ്പതെല്ലാവരും ഇതുവാദികളാരുമോർക്കുവീല. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിയുമിതിൻ്റെ രഹസ്യമിങ്ങശേഷം. ഞാൻ പറയുന്നത് കേൾക്കൂ. അത് ശരിയല്ല. ഇതാണ് സത്യം. നിങ്ങൾ എന്താണ് പറയുന്നത്? ഇങ്ങനെയുള്ള വാക്കുകൾ മിക്കവരുടെയും സംഭാഷണ മധ്യേ കേൾക്കാം. എല്ലാ സംഭാഷണങ്ങളുടെയും കത്തിടപാടുകളുടെയും ലേഖനങ്ങളുടെയും പുസ്തകരചനയുടെയും പ്രസംഗങ്ങളുടെയും സാമാന്യമായ ഉദ്ദേശ്യം ആശയത്തിൽ ഐക്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നൊരു നിർദ്ദേശം നാരായണ ഗുരു 1924 ആലുവായിൽ കൂടിയ സർവമത സമ്മേളനത്തിൽ എഴുതി വെപ്പിച്ചു. അറിയുവാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ മതം എനിക്കു കൂടി പ്രയോജനപ്പെടും, പറഞ്ഞു തരൂ എന്നുള്ള അപേക്ഷയുടെ പ്രതീകമായിട്ടാണ്. അറിയിക്കുവാൻ ശ്രമിക്കുന്നത് എനിക്ക് പ്രയോജനകരമായി തീർന്ന മതം നിങ്ങൾക്ക് കൂടി പ്രയോജനമാകട്ടെ എന്നുള്ള ആശംസയുടെ പ്രതീകമായിട്ടാണ്. എൻ്റെ മതം, നിങ്ങളുടെ മതം എന്നിങ്ങനെ ഭേദബുദ്ധിയില്ലാത്തവർക്ക് ഏത് സത്യവും സ്വീകാര്യമാണ്. ദാഹിക്കുന്നവൻ ആരുടെ കിണറ്റിലെ വെള്ളമായാലും ശുദ്ധമാണെങ്കിൽ കുടിക്കും. അതുകൊണ്ട് അവൻ്റെ ദാഹം തീരുകയും ചെയ്യും. ഉത്തരേന്ത്യയിൽ അടുത്ത കാലം വരെ ഒരു ഹിന്ദു ചായക്കടയിൽ ചെന്നാൽ എടുത്തുകൊടുപ്പുകാരൻ നീട്ടി വിളിച്ചു പറയുമായിരുന്നു, ഏക് സുന്ദരി ലാവോ. മുസ്ലിമാണ് വന്നതെങ്കിൽ അവൻ പറയുക, ഏക് ചായ് ലാവോ എന്നായിരുന്നു. സംഗതി എന്താണ്? ഹിന്ദുവിനും മുസ്ലിമിനും കുടിക്കാൻ വേറെ വേറെ ചായക്കപ്പ് വെച്ചിട്ടുണ്ട്. കപ്പിലും സോസറിലും പടമുള്ളത് ഹിന്ദുവിന് കുടിക്കാനുള്ള സുന്ദരിയാണ്. വെറും ചായ എന്ന് പറഞ്ഞാൽ മുസ്ലിമിന് കുടിക്കാനായി ഒഴുക്കൻ കപ്പിൽ കൊണ്ടുവരണം എന്നർത്ഥം. ഒരേ ചായ, ഒരേ ചായക്കൂട്ടുകാരൻ, ഒരേ ഭൃത്യൻ, ഒരേ ചായക്കടക്കാരൻ. എന്നിട്ടും മതത്തിൻ്റെ പേരിൽ അവിടെ ഈ വിഡ്ഢിത്തം ആവശ്യമായി വന്നു. അതിൻ്റെ തന്നെ ഞെട്ടിപ്പിക്കുന്നതും ബീഭത്സവുമായ വകതിരിക്കലാണ് പിന്നീട് ഇന്ത്യയുടെ വിഭജനത്തിൽ കലാശിച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അറബ് ഇസ്രയേൽ യുദ്ധം, അയർലൻഡിലെ കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് സമരം, ചൈനീസ് റഷ്യൻ പ്രതിഷേധങ്ങൾ, സോവിയറ്റ് അമേരിക്കൻ ശീതസമരം, ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഞാൻ പറയുന്നത് ശരി, നീ അത് സമ്മതിക്കൂ എന്നുള്ള പിടിവാദമാണ്. എല്ലാവരും അറിയാതെ വാദിക്കുന്നത് ഒരു മതമാകുവാനാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നാഴി പറയിലിരിക്കും, പറ നാഴിയിലിരിക്കുകയില്ല. നാം എന്ന ബുദ്ധിയിൽ ഞാൻ എന്നുള്ളത് അടങ്ങിപ്പോകും. എന്നാൽ ഞാൻ എന്നുള്ള അഹന്തയിൽ നാം എന്നുള്ള സമതയെ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുകയില്ല. ഈ തത്വം വിഗണിച്ചുകൊണ്ടാണ് പരമതവാദികൾ
നീ പറയുന്നത് തെറ്റ്, ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് ശാഠ്യം പിടിക്കുന്നത്. ഞാൻ എന്ന ഇടുങ്ങിയ ഭിത്തികളിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന മുരടിച്ച അഹന്തയെ വിട്ടുകളഞ്ഞിട്ട് നാം എന്ന വിശാലതയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയുന്നത് ഒരു വലിയ നേട്ടമാണ്. നമ്മെ കാത്ത് അവിടെ ഇരിക്കുന്നത് ഋഷീശ്വരന്മാരുടെ സത്യദർശനം, ബുദ്ധന്റെ കരുണ, യേശുവിൻ്റെ സ്നേഹം, നബിയുടെ ദയാവായ്പ് നിറഞ്ഞ നീതി, സൗമ്യമായ താവോ, മാനവ സംസ്കൃതിയുടെ ജ്ഞാനസാഗരം ഇതെല്ലാമാണ്. എല്ലാ മതത്തെയും തുറന്ന മനസ്സോടുകൂടി ഉൾക്കൊള്ളുവാനും ശാസ്ത്രങ്ങളെയും ദർശനങ്ങളെയും നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി പഠിക്കുവാനും മനസ്സുള്ളവർക്ക് എത്ര സമ്പന്നമായ ഒരു വിഭവമാണ് മുന്നിലിരിക്കുന്നത്. മുൻവിധി ഉപേക്ഷിക്കാൻ പ്രയാസം. അത് വിട്ടുകളഞ്ഞാൽ വിഭിന്ന സംസ്കാരങ്ങളുടെ 1000 പൂക്കൾ മനുഷ്യ മനസ്സിൽ വിരിയുന്നത് കണ്ട് സന്തോഷിക്കാം.